രജനി, സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് DGP ഓഫീസ് മാർച്ചിനിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആൽത്തറ ജംഗ്ഷനിൽ ഇടത് അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും നടന്നു. ആ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ വീണ്ടും പ്രതിഷേധം തുടരുകയാണ്. CITU പ്രവർത്തകരടക്കം ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല ഏത് തരത്തിലേക്ക് ഇത് മാറുമെന്ന്. കാരണം അത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ DGP ഓഫീസിന് സമീപം നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി മാധ്യമ പ്രവർത്തകർക്കടക്കം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, രണ്ടുപേർക്കും വേദിയിൽ വെച്ച് തന്നെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. രമേശ് ചെന്നിത്തലയ്ക്ക് തലകറക്കമുണ്ടായി എന്നാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ പറയുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം, അതിനു നേരെ പോലീസിന്റെ കൃത്യമായ നടപടി. അതായത് ഈ പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മാറുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട്, കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ട് വേദിയിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടേക്ക് ടിയർ ഗ്യാസ് വന്ന് പതിക്കുന്നത്. പിന്നീട് നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. പ്രവർത്തകർ പോലീസിനെതിരെ കല്ലും വടികളും അടക്കം വലിച്ചെറിഞ്ഞതിനിടയിലാണ് നിരവധി തവണ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ഇപ്പോൾ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസുകൾ കൂടുതലായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നാടകീയമായ സംഭവങ്ങൾക്കാണ് ഈ ജംഗ്ഷൻ ഇപ്പോൾ DGP ഓഫീസിന് സമീപത്തുള്ള ആൽത്തറ ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ വളരെ നാടകീയമായി പോലീസ് ഇത് അടിച്ചമർത്തുന്നതിന് വേണ്ടി ഈ ടിയർ ഗ്യാസ് ഉപയോഗിച്ചതാണ് വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വേദി അടക്കം, അതായത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിലെ ബോക്സുകൾ അല്ലെങ്കിൽ സമീപത്തുണ്ടായിരുന്ന ഫ്ലെക്സ്, അതെല്ലാം മുഴുവൻ തകർത്തിട്ട നിലയിലാണ്. കാരണം വലിയ തരത്തിലേക്ക് പ്രതിഷേധം മാറുന്ന ഒരു സാഹചര്യത്തിലാണ് തുടർച്ചയായി പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. വീര്യം കൂടിയ തരത്തിലുള്ള കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഈ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പറയുന്നത്. സാധാരണയായി കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിനപ്പുറത്തേക്ക് മുഖത്ത് ഈ വീർക്കുന്ന തരത്തിൽ അത്തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനകത്ത് മറ്റെന്തോ വീര്യമുള്ള പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഈ അനുഭവം നേരിട്ട ആളുകൾ നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംഘർഷഭരിതമായ ഒരു സാഹചര്യം DGP ഓഫീസിന് സമീപം നിലനിൽക്കുന്നു. ഇവിടെ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KPCC ഓഫീസ് ലക്ഷ്യമാക്കി മുമ്പോട്ട് നീങ്ങിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതിന് നേരെ പോലീസിന്റെ നടപടി, അത് കൃത്യമായി ഈ പ്രതിഷേധക്കാരെ അധിക സമയം ഇവിടെ നിർത്താതെ അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുക എന്നൊരു കൃത്യമായ ലക്ഷ്യം തന്നെ ആയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും പോലീസും കൂടി നിൽക്കുന്ന, സംഘടിച്ചു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നേരിട്ട് വാക്കേറ്റം നടത്തുന്ന ഒരു സാഹചര്യമാണ് DGP ഓഫീസിന് സമീപം ഇപ്പോൾ നിലനിൽക്കുന്നത്. രജനി, ആൽത്തറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ട് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. കോൺഗ്രസ് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസിനെ പ്രവർത്തകർ കല്ലെറിയുന്ന സാഹചര്യം. തൊട്ടു പിന്നാലെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു.